1990 ഏപ്രിൽ 4 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് ആൻഡ്രൂ സാൽവത്തോർ സെർവീറ്റോ എന്ന ഓസ്ട്രേലിയൻ പൗരൻ പിടിയിലാകുന്ന ഇടത്താണ് ഈ കഥ തുടങ്ങുന്നത്. അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിൽ 61.5 ഗ്രാം ഹാഷിഷുമായാണ് ഇയാൾ പിടിയിലായത്. കേസ് കോടതിയിലെത്തി. അന്ന് തിരുവനന്തപുരം ബാറിലെ യുവ അഭിഭാഷകനായിരുന്ന ആന്റണി രാജുവാണ് പ്രതിക്ക് വേണ്ടി ഹാജരായത്. വിചാരണയ്ക്കിടെ കോടതിയിൽ വലിയൊരു നാടകീയ നീക്കം നടന്നു. ലഹരിമരുന്ന് ഒളിപ്പിച്ചു വെച്ചുവെന്ന് പ്രോസിക്യൂഷൻ അവകാശപ്പെട്ട അടിവസ്ത്രം, അതായത് തൊണ്ടി മുതൽ ധരിച്ചു നോക്കാൻ പ്രതിയോട് കോടതി ആവശ്യപ്പെട്ടു. എന്നാൽ ആ അടിവസ്ത്രം പ്രതിക്ക് പാകമായില്ല. അത് തീരെ ചെറുതായിരുന്നു. പ്രതിയുടെ അളവിലുള്ളതല്ല തൊണ്ടി മുതൽ എന്ന വാദം ബലപ്പെട്ടതോടെ സംശയത്തിന്റെ ആനുകൂല്യം ലഭിച്ച പ്രതി കുറ്റവിമുക്തനായി നാടുവിട്ടു. തുടർന്ന് സെർബലി ഓസ്ട്രേലിയയിലേക്ക് മടങ്ങി. വർഷങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയൻ നാഷണൽ സെൻട്രൽ ബ്യൂറോയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകളിൽ കൃത്രിമം കാണിച്ചുവെന്നാരോപിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് 1994 ആന്റണി രാജുവിനും കോടതി ക്ലർക്കിനുമെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തു. 12 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിൽ 2006 തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കുറ്റപത്രം സമർപ്പിച്ചു. ക്രിമിനൽ ഗൂഢാലോചന, വഞ്ചന, കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് തൊണ്ടി മുതൽ കൈക്കലാക്കൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ആന്റണി രാജുവിനെതിരെ ചുമത്തിയത്. മാധ്യമപ്രവർത്തകൻ അനിൽ ഇമ്മാനുവലിന്റെ നിശ്ചയദാർഢ്യവും കൃത്യമായ നിയമ ഇടപെടലുകളുമാണ് മുൻ മന്ത്രി ആന്റണി രാജുവിനെ കുറ്റക്കാരനാക്കിയ ചരിത്രപരമായ വിധിക്ക് പിന്നിൽ.